പകർച്ചവ്യാധി പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയും വൈക്കം നഗരസഭയും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആയുർവേദത്തിലൂടെ പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ട് വൈക്കം നഗരസഭയും സർക്കാർ ആയുർവേദ ആശുപത്രിയും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 111 നമ്പർ SNDP ശാഖായോഗം ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് നഗരസഭ 18-ാം വാർഡ് കൗൺസിലർ റെജിമോൾ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഈ മരുന്ന് എല്ലാ രീതിയിലും പ്രയോജനപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം ഒരുക്കി തന്ന ഈ SNDP ശാഖയ്ക്കും അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടർമാർക്കും എല്ലാവർക്കും ഇങ്ങനെയൊരു അവസരം പ്രയോജനപ്പെടുത്താൻ വന്ന ജനങ്ങൾക്കും ഈ ഒരു വേദിയിൽ ഞാനിതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായിട്ട് അറിയുന്നു. 19-ാം വാർഡ് കൗൺസിലർ MR അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. 114 നമ്പർ ശാഖയിൽ നടക്കുന്നത് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അതിൻ്റെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ ആളുകൾക്കും മരുന്ന് മേടിച്ച് എല്ലാവരും കാര്യങ്ങൾ മരുന്ന് മേടിക്കണമെന്ന്. നഗരസഭ 17-ാം വാർഡ് കൗൺസിലർ സീമ സുധീർ മുഖ്യ പ്രഭാഷണം നടത്തി. രോഗപ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ആയിട്ട് നമ്മുടെ ഒരു ഡോക്ടർമാർ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിനുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്ന വൈക്കം 114 നമ്പർ ശാഖ സെക്രട്ടറി പ്രസിഡന്റ് പിന്നെ ഇത് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ D രഞ്ജിത് കുമാർ, V അനൂപ്, SNDP ശാഖായോഗം സെക്രട്ടറി വിജയപ്പൻ, ഡോക്ടർമാരായ ഷാജി പോൾ, ലവീണ TP, ഗായത്രി, പ്രഹ്ലാദ്, ഫാർമസിസ്റ്റ് അശ്വതി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വളരെ നല്ല രീതിയിൽ നടത്താനായിട്ട് നമ്മുടെ ആയുർവേദ ആശുപത്രിയായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ വൈക്കം മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ SNDP ശാഖ ഹാളിൽ വെച്ച് നമ്മൾ നടത്തുകയാണ്. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ക്യാമ്പിന് ശേഷവും ബാക്കിയുള്ള മരുന്നുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ആശുപത്രിയിലേക്ക് വൈക്കം ആയുർവേദ ആശുപത്രിയിലേക്ക് എല്ലാവരും അതിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തണമെന്നുകൂടെ അറിയിക്കുന്നു. നമ്മുടെ ആയുർവേദ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കൂടി സംയുക്തമായി നടത്തുന്ന ഈ മഹത് സംരംഭം വളരെ വളരെ പ്രയോജനപ്രദമാണ് നമ്മുടെ ജനങ്ങൾക്ക്. ഇതേ രീതിയിലുള്ള സംരംഭങ്ങൾ ആവർത്തിച്ച് പല മേഖലകളിലും നടക്കുമ്പോൾ നമ്മളുടെ കഷ്ടപ്പെടുന്ന പ്രായമായ ആൾക്കാർക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൂടെ, ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ ആയുസ്സിൻ്റെ വേദം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആൾക്കാർ എല്ലാവരും സഹകരിക്കുക, ഇത് വിജയിപ്പിക്കുക. കുട്ടികളും വൃദ്ധന്മാരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, വൈക്കം ഡെയിലി ന്യൂസ്.